അന്നിസാഉ മഹാദിനുർ റിജാൽ മഹാദിനുൽ അജിയാൽ. തലമുറകളെ സൃഷ്ടിക്കുന്നത് നല്ല ഉമ്മമാരാണ്. ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ല ഉമ്മമാർ. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. സഫിയ ബീവി 60 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തത്. പ്രിയപ്പെട്ട മോനുണ്ട് സുബൈർ റളിയല്ലാഹു അൻഹു. മോനെങ്ങനെ അടിക്കും? ശിക്ഷണം കൊടുക്കുമ്പോ ചില ആളുകൾ പറയും, സഫിയ നിങ്ങൾ അടിക്കുന്ന അടി ഒരു ഉമ്മ അടിക്കുന്ന അടിയല്ല, ഒരു എളാമത്തള്ളയുടെ അടി പോലെ ഉണ്ടല്ലോ. സഫിയ ബീവി പറയും, എന്റെ മോനെ ഞാൻ അടിക്കുന്നത് വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഹുവ യഅലമു മാ ഫീ നഫ്സി, റബ്ബിനറിയാം എന്റെ ലക്ഷ്യം എന്താണെന്ന്. എന്റെ മോൻ 1-ാം നമ്പർ ധൈര്യമുള്ള ധീരശാലിയായി ഈ ദീനിന് വേണ്ടി പടപൊരുതി പോരേണ്ട ആളാണ്. ആ പണിക്ക് ഞാൻ സുബൈറിനെ ഒരുക്കുകയാണെന്ന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിനെ തർബിയത്ത് ചെയ്ത ഉമ്മയാണ് സഫിയ റളിയല്ലാഹു അൻഹ. ചില പെണ്ണുങ്ങളുടെ ചരിത്രം നമുക്ക് 1-2 സഹാബിമാരെ പരിചയപ്പെടാനുണ്ട്. അതങ്ങനെ കണ്ടാ വിചാരിക്കും പെണ്ണുങ്ങൾ, നമ്മൾ പറയാം ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാളും വെച്ച അങ്ങനെയൊന്നല്ല, ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളെന്ന്. പെണ്ണുങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അവരെന്നെയാണ് ഖൈർ. വലൗ കാന النساء كما ذكرنا لفضلت النساء على الرجال وللتأنيث لاسم الشمس عيب وللتذكير فخر للهلال. ഇസ്ലാം വലിയ വലിയ സംഭാവനകൾ ചെയ്ത മഹതിമാരെ കാണുകയാണെങ്കിൽ ആണുങ്ങളെക്കാളും മുന്തിയത് പെണ്ണുങ്ങൾ തന്നെ എന്ന് പറയണം. ഷംസ് എന്ന് പറയുന്ന സൂര്യൻ എന്ന ആ സൂര്യൻ എന്നർത്ഥം വരുന്ന ഷംസ് എന്ന വാക്ക്, ആ വാക്ക് ഷംസ് മണ്ണാർക്കാട്ടൊക്കെ അറിയുന്ന ആളെന്നെയാണല്ലേ. ആ വാക്ക് സ്ത്രീലിംഗമാണ്. തൊലഅത്തി ശംസു എന്നാ പറയാ. തൊലഅ ശംസു എന്നല്ല, തൊലഅത്ത് പെണ്ണിന്റെ പ്രയോഗമാവും. അശംസു ജമീൽ എന്നല്ല പറയാ, അശംസു ജമീല ഭംഗിയുള്ളതാണ്. സൂര്യൻ അത് പെണ്ണായിട്ടാ ഉപയോഗിക്കുക അറബിയിൽ. നേരെ മറിച്ച് ഖമർ എന്ന് പറഞ്ഞത് ചന്ദ്രനെ ആണായിട്ടാ ഉപയോഗിക്കുന്നത്. ഖമരീന്നാക്കണോടല്ലേ. അപ്പോ ഹിലാലി എന്ന ബാലചന്ദ്രൻ എന്ന് പറയുന്ന കൊച്ചു ചന്ദ്രനെ അത് ആണായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? സൂര്യൻ എന്ന ആ വലിയ സാധനത്തെ പെണ്ണായി ഉപയോഗിച്ചെങ്കിൽ എന്താ? സൂര്യനല്ലേ ഖമറിനേക്കാളും ഉദിച്ചു നിൽക്കുന്നത്, ശോഭയുള്ളത് എന്ന് കവി പറഞ്ഞത്. പെണ്ണുങ്ങൾ ചെയ്ത സേവനങ്ങൾ ഇസ്ലാമിക ലോകത്ത് കണ്ടാലേ വലിയ അത്ഭുതമാണ്. മഹതിമാരാണ് ഒരുപാട് തലമുറകളെ ഉമ്മത്തിന് സമ്മാനിച്ചത്. സഫിയ റളിയല്ലാഹു അൻഹയെ പോലെ ഉഹദിലങ്ങ് ഇറങ്ങിയിട്ട് സഹാബികളൊക്കെ പിന്തിരിഞ്ഞ് ഓടുന്നൊരു രംഗമുണ്ടായി ഉഹദിൽ. അപ്പോഴാണ് സഫിയ ബീവി ഓടിച്ചെന്ന് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെന്നുകൊണ്ട് പറഞ്ഞു, സഹാബികളെ അതത്റുഖൂന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിട്ട് ഓടുകയാണോ? ഓടുന്ന സഹാബിന്റെ കയ്യിൽ നിന്നൊരു കുന്തങ്ങ് പിടിച്ചു വാങ്ങി സഫിയ ബീവി റളിയല്ലാഹു അൻഹ നടന്ന് യുദ്ധം ചെയ്തു ഉഹദിൽ. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ അമ്മായിയാണ് സഫിയ റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട് അവിടെ. സ്വന്തം ചോരയുള്ള സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറവർ കീറിയിരുന്നു, ചെവി മുറിച്ചിരുന്നു, മൂക്ക് മുറിച്ചിരുന്നു, മുഖം വികൃതമാക്കിയിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പേടിച്ചു. സഫിയ ബീവിയും ഹംസ തങ്ങളും അടുത്ത ബന്ധമുള്ള ആങ്ങളെയും പെങ്ങളുമാണ്, വലിയ സ്നേഹത്തിലായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, സുബൈറേ ഉമ്മയോട് തിരിച്ചു പോകാൻ പറയണം, സഫിയയോട് തിരിച്ചു പോകാൻ വേണ്ടി പറയണം. സഫിയ റളിയല്ലാഹു അൻഹയോട് സുബൈർ എന്നവർ പറഞ്ഞു, എന്തിന്? ഹംസ തങ്ങളെ കാണണ്ടെന്ന് വിചാരിച്ച് നബി തങ്ങൾ പറഞ്ഞതാ. സഫിയ ബീവി ചോദിച്ചു, റസൂൽ എന്നോട് തിരിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞോ? എന്നാ ഞാൻ പോരാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. നബിയോട് ചോദിക്കും മുമ്പേ സുബൈറിനോട് ചോദിച്ചു, സുബൈറെ എന്തേ നബി എന്നോട് തിരിച്ചു പോരാൻ പറയാൻ കാരണം? ഒന്നുമില്ല, ഹംസ എന്നവർ
നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് അലിംതു, എനിക്കറിയാം നബിയേ, എന്റെ ഹംസയെ മസ്സലൂ ബിജസദി, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൈയും കാലും മൂക്കും ചെവിയും കണ്ണുമെല്ലാം അവർ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിഴുതെടുത്തിട്ടുണ്ട്. എന്റെ ഹംസയുടെ ശരീരം വികൃതമാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം നബിയേ, അതിനെനിക്ക് വിഷയമല്ല. ഫഇന്നഹു ഫീ ദാത്തില്ലാഹ് വഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയല്ലേ നബിയേ, എനിക്ക് പ്രശ്നമല്ല. എന്നാ ഉമ്മ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ നബി തങ്ങൾ അങ്ങനെ വീണ്ടും യുദ്ധം ചെയ്തു സഫിയ റളിയല്ലാഹു അൻഹ. അതാണ് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. അന്നൊരിക്കെ ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ട ബലിഷ്ഠമായ, വളരെ സംരക്ഷണം നൽകുന്ന കോട്ടയാണ്. ആ കോട്ടക്കുള്ളിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നിബിധങ്ങൾ ഖന്തഖ് യുദ്ധം നടക്കുമ്പോ അവിടെയാണ് പാർപ്പിച്ചത്. അപ്പൊ ചില ജൂതന്മാരൊരു പണിയെടുത്തു. അവിടെ ആണുങ്ങളുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ ഒരു ജൂതൻ ഉള്ളിൽ കയറി. ഇത് സഫിയ ബീവി കണ്ടു. അന്ന് സഫിയ ബീവിക്ക് വയസ്സ് 65 തുടങ്ങിയിട്ടുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജൂതൻ നടന്നു വരുന്നു. അതിനുള്ളിൽ ആണുങ്ങളില്ലായിരുന്നു. സഫിയ ബീവി ഒരു മൂർച്ചയുള്ളൊരു വടിയെടുത്തത്. ആ വടിയെടുത്ത് കുത്തിയിട്ടാണ് ആ ജൂതനെ വകവരുത്തിയത് സഫിയ റളിയല്ലാഹു അൻഹ. വകവരുത്തിയെന്ന് മാത്രമല്ല, തലയെടുത്തിട്ട് കോട്ടയുടെ മുകളിൽ കയറി കോട്ടക്ക് പുറത്തേക്ക് ആ തല ഉരുട്ടിവിട്ടു. ജൂതന്മാർ തല കണ്ടിട്ട് ഉറപ്പിച്ചു പറഞ്ഞു, വല്ലാഹി അലിംനാ അന്ന മുഹമ്മദൻ ലൻ യത്റുക അൻ-നിസാഅ മിൻ ഗൈരി ഹുമാ, ആണുങ്ങൾ സംരക്ഷിക്കാൻ നിർത്താതെ മുഹമ്മദ് നബി ഒരിക്കലും പെണ്ണുങ്ങളെ ഒറ്റക്കിടില്ല. ഞങ്ങൾക്കറിയാം ഇതിന്റെ അകത്ത് ആണുങ്ങളുണ്ട്, അവരാണ് ഈ പണി ചെയ്തത് എന്നവർ വിചാരിച്ചു. ചെയ്തത് സഫിയ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹ. പെണ്ണുങ്ങളുടെ അടുത്ത് ഒറ്റയ്ക്ക് വരാനല്ലേ അള്ളാഹുവിന്റെ ശത്രു എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ആ ഒരു മഹദിയുടെ കയ്യാലയാണ് ഒരു ശത്രു ആദ്യമായൊരു പെണ്ണിന്റെ കയ്യാല വധിക്കപ്പെടുന്നത്. അത്രയും ധൈര്യശാലിയ. അന്നൊക്കെ 65 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് സഫിയ റളിയല്ലാഹു അൻഹ. ആ സഫിയ ബീവിയുടെ പ്രിയപ്പെട്ട മോൻ സുബൈർ എന്നവരുടെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അവരുടെ ഉമ്മയുണ്ട് ദാത്തുൻ നിസാഖൈൻ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി ശുദ്ധീകരണങ്ങളുടെ മോള് അസ്മാ റളിയല്ലാഹു അൻഹ. ഒരുപാട് അസ്മാമാരുണ്ട്. അസ്മാ ബിൻത് ഖൈസ് ഉണ്ട്, അസ്മാ ബിൻത് ഉമൈസ് ഉണ്ട്. ഇത് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് രക്ഷപ്പെട്ടു ഓടുന്ന സമയം ഗാർ സൗറിൽ കഴിയുമ്പോൾ 3 ദിവസം ആ മലയുടെ മുകളിലേക്ക് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന മഹദിയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. സൗർ ഗുഹ മലയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. എത്ര ഹൈറ്റാണ് അവിടേക്ക്. നമ്മൾ ഉസ്താദിന് പള്ളിക്ക് ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ ഉസ്താദ് വേണേൽ ഹോട്ടലിൽ കഴിച്ചോട്ടെ, നമ്മൾ വേണേൽ 25 രൂപ കൊടുത്തേക്കാം. ഉദാഹരണം പറയാം. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി ആ മല മുഴുവൻ കയറി ചെന്ന് 3 ദിവസം ഒളിഞ്ഞും പാർത്തും വാപ്പാക്കും അള്ളാഹുവിന്റെ ഹബീബിനും ഭക്ഷണം കൊടുത്ത പൊന്നുമോളാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഭക്ഷണം കൊണ്ടുപോകാൻ കയറ് കിട്ടിയില്ല. അപ്പോഴാ ഒരു തോൽ കഷ്ണം ബെൽറ്റായിട്ട് ഉപയോഗിച്ചിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. അത് 2 ചീന്താക്കിയിട്ട് ഒരു ചീന്തുകൊണ്ട് ആ ഭക്ഷണം കെട്ടിവെച്ചു. അങ്ങനെ 2 ബെൽറ്റായി. 1 പകുതിയാക്കി 2 എണ്ണമായല്ലോ. അതുകൊണ്ടാണ് ദാത്തുൻ നിതാഖൈൻ, 2 ബെൽറ്റുള്ള അസ്മാ ബീവി എന്നറിയപ്പെടാൻ കാരണം സ്വന്തം ശരീരത്തിൽ വിലപിടിപ്പുള്ള ആ ബെൽറ്റ് നബിതങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കെട്ടിവെക്കാൻ ചിന്തിയെടുത്തപ്പോഴാണ് അസ്മാ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹക്ക് 96 വയസ്സായ സമയം, 96 വയസ്സ്. ഖൈറുക്കും മൻ താല ഉംറുഹു വസലുഹ അമലുഹു, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ദീർഘായുസ്സുണ്ടാവുകയും നന്മകൾ വർദ്ധിച്ചവരുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ആയുസ് അള്ളാഹു തരട്ടെ. ആമീൻ. ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ. ഇത്രയും ആളുകളുണ്ട് കുടുംബക്കാർ ദ്വാരക്ക്, റബ്ബേ ഈ വല്യമ്മ മരിച്ചു കിട്ടണില്ലല്ലോ, അല്ലെങ്കിൽ വല്യപ്പ മരിക്കണില്ലല്ലോ, എന്നാണ് ഈ വല്യമ്മാന്റെ ദുൽമ, എന്നായി അമ്മായിമ്മന്ന് മരിച്ചു കിട്ടുക, അങ്ങനെയൊക്കെ ദ്വാരക്കണ എത്രയോ കുട്ടികളുണ്ടാവും ചിലപ്പോൾ പേരിൽ. അമ്മായിമാന്റെ നാവ് ശരിയില്ലാത്തതുകൊണ്ട് അങ്ങനെ നായി പോണ്ട. കുട്ടി കൊണ്ട് ദ്വാരുന്നു എന്ന് പറഞ്ഞു, വല്യമ്മ നിങ്ങളെന്നാ മരിക്കുക, എന്തേ മോനെ, അല്ല വല്യമ്മ മരിക്കണവരോട് ടി വി വാങ്ങണ്ടെന്നാണല്ലോ പറഞ്ഞത്, വല്യമ്മ മരിക്കണം. അപ്പൊ അത് നല്ല വല്യമ്മയാണ്, അതിനെപ്പറ്റിയല്ല പറയണത്. അല്ലാതെ ദുഷിച്ച രീതിയിൽ പെരുമാറ്, വെറുപ്പിക്കുന്ന സ്വഭാവം, പ്രായാവും കൂടുന്തോറും സ്വഭാവം മോശാവുക, എന്താ ചെയ്യുക? സ്വഭാവം നന്നാവുക വേണ്ടത്. ഒരുപാട് പരസഹായം ആവശ്യമുള്ള നേരത്തെ സ്വഭാവം മോശാവുക, വെറുപ്പിക്കുക മനുഷ്യന്മാരെ, അങ്ങനെ ആവരുത്.
വസലുഹു അമലുഹു, നന്മകൾ ഉണ്ടാവുകയും ആയുസ് കൂടുകയും ചെയ്താൽ വലിയ സൗഭാഗ്യമാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ 96 വയസ്സായി, കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങിയിരിക്കുന്നു. അന്ന് മക്കയിലൊരു ദുരന്തമുണ്ടായി. ദുരന്തം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയും അസ്മാ ബീവിയുടെ പൊന്നുമോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കുകയും ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഇറാഖിന്റെ ഭരണാധികാരി മഹാനവറുകളെ ഹറമിൽ തടവിലാക്കുകയും ചെയ്ത ഒരു രംഗമുണ്ടായിട്ടുണ്ട്. അന്നത്തെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഉമ്മയോട് ഓടി വന്നുകൊണ്ട് ചോദിച്ചു, ഉമ്മ ഞാൻ എന്ത് ചെയ്യണം ഉമ്മ? കണ്ണു കാണാത്ത ഉമ്മ അസ്മാ റളിയല്ലാഹു അൻഹ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, മോന്റെ കയ്യിൽ സത്യമാണുള്ളതെങ്കിൽ മോൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ. മോന്റെ കയ്യിൽ സത്യമുണ്ടോ, മോൻ പോരാടിക്കോ. അവിടെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ഹറമിൽ. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യവും അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ സൈന്യവും തമ്മിൽ. നബി തങ്ങളുടെയൊക്കെ കാലശേഷം മോന്റെ കയ്യിൽ സത്യമുണ്ടോ, മോൻ ധൈര്യമായി മുന്നേറിക്കോ. മോനെ, അസ്തൗദിഉകല്ലാഹല്ലദീ ലാ തുദീഉ വദാഇഉ, മോനെ ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു മോനെ, അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു മോനെ. മഹാനവറുകൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമ്മ. മോനെ, ഇതിന് ശേഷം എനിക്കും നിനക്കും കാണാൻ സൗഭാഗ്യമില്ലെങ്കിൽ ഇത് ഉമ്മയുടെ യാത്രയപ്പാണെന്ന് മോനെ മനസ്സിലാക്കിക്കോ. മോന് പോകുന്നതിന് മുമ്പ് എനിക്കും നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം, എനിക്കൊന്ന് നിന്നെ ചുംബിക്കണം, നിന്റെ മണമൊന്ന് എനിക്ക് കിട്ടണം. മോൻ അടുത്തുവാ. 96 വയസ്സായ അസ്മാ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ ചേർത്ത് പിടിച്ചു. നോക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ നെഞ്ചിൽ പടയങ്കിയുണ്ട്, ഇരുമ്പിന്റെ വസ്ത്രം, അടികൊള്ളാതിരിക്കാൻ, വെട്ടുകൊള്ളാതിരിക്കാൻ. ചോദിച്ചു, മോനെ ഇതെന്താണ് മോനെ? ഉമ്മ ഹാദിഹി ദിർഇ, ഇതെന്റെ ഇരുമ്പിന്റെ വസ്ത്രമാണ്, എന്റെ ആർമറാണ്, എന്റെ പടയങ്കി വസ്ത്രമാണ്. മോനെ, മാഹാദാ ശഅ്നു ശുഹദാ, ഷഹീദാകാൻ പോകുന്നവരുടെ പണിയല്ലല്ലോ മോനെ ഇത്, അഴിച്ചുവെക്ക് മോനെ. ഷഹീദാകാൻ പോകുന്ന ആൾ ഇങ്ങനെയാണോ പോകുന്നത്? മോനെ, അതിന് പകരം നീ ഒരുപാട് പൈജാമ ധരിക്ക്, വസ്ത്രം ധരിക്ക്. എങ്ങാനും നിനക്ക് വെട്ടുകൊണ്ട് കുന്തമേറ്റുകൊണ്ട് നീ മരിക്കുകയാണെങ്കിൽ നിന്റെ ഔറത്ത് വെളിവാവാതിരിക്കാൻ ഒരുപാട് പാൻസ് പോലെയുള്ള വസ്ത്രം നീ ധരിച്ചു വെക്ക്. പടയെങ്കി വേണ്ട. ധീരനല്ലേ മോനെ നീ? ആ മോന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ രാത്രിയുടെ നിശീഥിനിയിൽ, രാത്രിയുടെ ആ നിശബ്ദതയിൽ നിനക്ക് വേണ്ടി ഒരുപാട് നിസ്കരിച്ചവനാണ് റബ്ബേ, ഞാൻ സാക്ഷി നിൽക്കുന്നു. ഉമ്മ പറയാൻ, റബ്ബേ, എന്റെ അബ്ദുല്ലാ നിനക്ക് വേണ്ടി മക്കായുടെ കടുത്ത ചൂടിൽ സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട് റബ്ബേ. എന്റെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അല്ലാഹുവേ, നിന്റെ ഖുർആൻ ഓതി പൊട്ടിക്കരയുമായിരുന്നു അല്ലാഹുവേ. അതുകൊണ്ട് എന്റെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ നിന്നെ ഏൽപ്പിച്ചു പടച്ചവനെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജാജിന്റെ സൈന്യം പിടിച്ചു കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, മഹാനവറുടെ മക്കയിൽ കുരിശിൽ തറച്ചു ഡെഡ് ബോഡി, മയ്യിത്തായ ഡെഡ് ബോഡി 2 ആഴ്ചയിലധികം സമയം മക്കയിൽ കുരിശിൽ തറന്ന് കിടന്നിട്ടുണ്ട്. കുരിശിൽ തറച്ചു, അത്രയും ദുൽമ ചെയ്തു. അങ്ങനെയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ചില ആളുകൾ വന്ന് കോംപ്രമൈസ് ആകാനും വരുന്നത്. അസ്മാ ബീവിയോട് പറഞ്ഞു, യാ ഉമ്മാന്ന് വിളിച്ചു. അസ്മാ ബീവി പറഞ്ഞു, മോനെ, അനലസ്തു ബി ഉമ്മിക്, ഞാൻ നിന്റെ ഉമ്മയല്ല മോനെ, ഞാൻ ഈ കിടക്കുന്ന മനുഷ്യന്റെ ഉമ്മയാണ്, എന്റെ മോനാണിത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങളുടെ പൊന്നുമോൻ വന്ന് ആശ്വസിപ്പിച്ചു, അസ്മാ ബീവി വിഷമിക്കല്ലിനുമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോൻ നന്മ ചെയ്ത മോനാണ്, നിങ്ങളുടെ മോന്റെ കയ്യിൽ തിന്മയില്ലായിരുന്നു. പക്ഷേ അക്രമികളാണ് നിങ്ങളുടെ പൊന്നുമോനെ ഇങ്ങനെ വധിച്ചു കളഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞു, ഇസ്തഖില്ലാഹ വസ്ബിരി, ക്ഷമിക്കണേ അസ്മാ. അസ്മാ ബി പറഞ്ഞ, അബ്ദുല്ലാഹിബ്നു പറയേ, ഞാൻ ക്ഷമിക്കാൻ ഒരുക്കമാണ്, ഈ ഉമ്മ ക്ഷമിക്കുന്ന ഉമ്മയാണ്, ഞാൻ എന്തിനെ ക്ഷമിക്കാതിരിക്കണം? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മോൻ യഹ്യാ നബി അലൈഹിസ്സലാം, ഇംഗ്ലീഷുകാരൻ ജോൺ എന്ന് വിളിക്കുന്ന യഹ്യാ നബി, യഹ്യ ഇബ്നു സക്കരിയ, ജോൺ സൺ ഓഫ് സക്കരിയ, സക്കരിയ നബിയുടെ മകനാണ് യഹ്യാ നബി. യഹ്യ എന്ന വാക്കാണ് ഇംഗ്ലീഷുകാരൻ ബൈബിളിൽ ജോൺ എന്നാക്കി മാറ്റിയത്. മഹാനായ സക്കരിയ നബിയുടെ പ്രിയപ്പെട്ട മകൻ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തല അറുത്തെടുത്ത് അന്നത്തെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് അന്നത്തെ രാജാവ്.
സക്കരിയ നബിയുടെ മകൻ യഹ്യ നബിയോടുള്ള ദേഷ്യം കാരണം ഒരു വേശ്യയായ പെണ്ണിനെ, വ്യഭിചാരിണിയായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ആലോചിച്ചപ്പോ മഹാനവറുകൾ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു വേശ്യയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ നബിയുടെ തല അറുത്തു കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമറേ, അതുകൊണ്ട് ഈ ഉമ്മ 90 കഴിഞ്ഞ ഉമ്മ വിഷമത്തിലല്ല സങ്കടപ്പെടുന്നില്ല. എന്റെ മോൻ ഷഹീദാണ്, എന്റെ മോൻ അള്ളാഹുവിന് വേണ്ടി ഷഹീദായ മോനാണ്, ഞാൻ അഭിനന്ദിച്ചു വിട്ട മോനാണ് എന്റെ മോനെന്ന് അസ്മാ റളിയല്ലാഹു അൻഹ. നിനക്കൊരു ഉമ്മാക്ക് ധൈര്യത്തെ പറയാൻ കഴിയോ? അത്രയും ധീരത മക്കൾക്ക് പകർന്നു കൊടുത്തിരുന്ന ഉമ്മമാർ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.